ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാൽപ്പത്തിരിയാണ്. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് മൈദ, അല്പം ഉപ്പ്, ഒരു മുട്ട, അല്പമായി വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ദോശമാവിൻ്റെ പരുവത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. മാവ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. വളരെ നൈസായ ദോശയാണ് ചുട്ടെടുക്കേണ്ടത്. ദോശ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കതിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 2 മുട്ട, 1 കപ്പ് പഞ്ചസാര എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത മാവിലേക്ക് ഏലക്കാപ്പൊടി, അല്പം ഉപ്പ്, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, പാല് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു പഴയ ഫ്രൈ പാൻ അടിയിൽ വെച്ച് അതിൻ്റെ മുകളിലായി മറ്റൊരു ഫ്രൈ പാൻ വെക്കുക. അതിലേക്ക് തയ്യാറാക്കി വെച്ച മാവ് അല്പം ചേർക്കുക. അടുത്തതായി ദോശ ചേർക്കുക. അതിൻ്റെ മുകളിലായി വീണ്ടും ബാറ്റർ ചേർക്കുക. പിന്നെ ദോശ ചേർക്കുക. അങ്ങനെ ലെയറായി സെറ്റ് ചെയ്യുക. അവസാനം മുകളിലായി ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് എന്നിവ ചേർക്കുക. അടച്ചു വെച്ച് 10-20 മിനിറ്റ് വേവിക്കുക. പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.